ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. മലയാളത്തിലെ ഏറ്റവും വലിയ സിനിമയായിട്ട് ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയ എമ്പുരാൻ എന്ന ബിഗ് ബഡ്ജറ്റ് സിനിമയുടെ ആദ്യ ദിവസത്തെ കേരള FT ഗ്രോസ് കളക്ഷൻ എത്ര കോടി വരാൻ സാധ്യതയുണ്ട്, അതുപോലെ തന്നെ സിനിമയുടെ നാളത്തെ പ്രീസെയിൽ കളക്ഷൻ എത്ര വരാൻ സാധ്യതയുണ്ട് എന്നതിനോടൊപ്പം തന്നെ നാളത്തെ ഇതുവരെയുള്ള പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ടും പുറത്തു വന്നിരിക്കുകയാണ്. ഒരു മലയാളം സിനിമയുടെ ഏറ്റവും ഉയർന്ന റെക്കോർഡ് കളക്ഷൻ നേടിയെടുത്ത് കേരള ബോക്സ് ഓഫീസിൽ തുടങ്ങുന്ന സിനിമയാണല്ലോ എമ്പുരാൻ. ലാലേട്ടനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത സിനിമയ്ക്ക് ഇപ്പോഴത്തെ ആദ്യ ദിവസം മാത്രമായിരിക്കില്ല കേരള ബോക്സ് ഓഫീസിൽ റെക്കോർഡ് FT കളക്ഷൻ, മറിച്ച് തുടർച്ചയായുള്ള രണ്ടാമത്തെ ദിവസവും കേരളത്തിൽ റെക്കോർഡ് കളക്ഷൻ ആയിരിക്കുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. എമ്പുരാൻ എന്ന സിനിമ റെക്കോർഡ് കളക്ഷൻ നേടിയെടുക്കുന്നതിന് മുന്നേ കേരളത്തിൽ ആദ്യ ദിവസം ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടിയെടുത്ത വിജയ് ചിത്രമാണല്ലോ ലിയോ. 2023 തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയുടെ ആദ്യ ദിവസത്തെ FT കേരള ഗ്രോസ് 12 കോടിയായിരുന്നു. ഇപ്പോഴത്തെ എമ്പുരാൻ എന്ന സിനിമ കളക്ഷൻ നിസ്സാരമായിട്ട് ഇന്നലെ രാത്രിയോടെ മറികടക്കുന്ന ഒരു കാഴ്ച നാം കണ്ടതാണ്. സിനിമയുടെ ആദ്യ ദിവസത്തെ ഫൈനൽ കേരള പ്രീസെയിൽ ഗ്രോസ് 12 കോടി 40 ലക്ഷം രൂപയായിരുന്നു. പ്രീസെയിൽ കളക്ഷൻ ട്രെൻഡ് വെച്ച് നോക്കിയാൽ 15 കോടി രൂപ വരെ സിനിമയ്ക്ക് ആദ്യ ദിവസം ഇന്ന് കേരളത്തിൽ ഗ്രോസ് കളക്ഷൻ വരാൻ സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ട്. അപ്പോൾ ലിയോയുടെ കേരള FT റെക്കോർഡ് കളക്ഷൻ വൻ മാർജിനിൽ നമ്മുടെ എമ്പുരാൻ മറികടക്കുകയാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇതിനിടയിൽ ലിയോയുടെ ആദ്യ ദിവസത്തെ കളക്ഷൻ മാത്രമല്ല പ്രീസെയിൽ കൊണ്ട് എമ്പുരാൻ മറികടന്നിരിക്കുന്നത്. രണ്ടാം ദിവസം സിനിമ ഒക്ടോബർ 20 കേരളത്തിൽ നേടിയെടുത്ത കളക്ഷനും ഇപ്പോഴത്തെ എമ്പുരാൻ നിസ്സാരമായിട്ട് നാളത്തെ പ്രീസെയിൽ വെച്ച് മറികടന്നിരിക്കുകയാണ്. ലിയോയുടെ രണ്ടാം ദിവസത്തെ കേരള ഗ്രോസ് 5 കോടി 85 ലക്ഷമാണ്. എന്നാൽ എമ്പുരാന്റെ നാളത്തെ, അതായത് വെള്ളിയാഴ്ച ദിവസത്തെ കേരള പ്രീസെയിൽ ഗ്രോസ് ഇപ്പോഴത്തെ 6 കോടി കടന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കേരള ബോക്സ് ഓഫീസിൽ തുടർച്ചയായിട്ട് 2 ദിവസങ്ങൾ 10 കോടിയിലധികം കളക്ഷൻ കടക്കാനുള്ള കെൽപ്പ് നിലവിൽ എമ്പുരാൻ എന്ന സിനിമയ്ക്കുണ്ട് എന്ന നിലവിലെ ട്രെൻഡിൽ നിന്ന് വ്യക്തമാകുന്നു. കാത്തിരിക്കൂ സിനിമയുടെ കൂടുതൽ കളക്ഷനായിട്ട്.